ഡോക്ടറെ, ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര വായ്നാറ്റമാണ്. ഇതൊന്ന് ഒഴിവാക്കാനായിട്ട് വായൊന്ന് കുലുക്കൊഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ചോറ് പോലത്തെ ഒരു വെള്ള സാധനം കട്ടിയുള്ളത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത് ക്യാൻസറിന്റെ ലക്ഷണമാണോ? പലർക്കുമുള്ള ഒരു സംശയമാണ്. ടോൺസിൽ സ്റ്റോൺസ് എന്ന് വിളിക്കുന്ന നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു പ്രശ്നമാണിത്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. വായുടെ ഉള്ളിൽ ഒന്ന് ടോർച്ചടിച്ച് നോക്കിയാൽ രണ്ട് വശത്തുമായിട്ട് ചെറിയ പിങ്ക് കളറിലുള്ള കുഞ്ഞു ബോൾ പോലത്തെ അവയവം കാണാം. ഇതിനെ ടോൺസിൽസ് എന്നാണ് സാധാരണ പറയാറ്. ചെറിയ കുട്ടികളിൽ ഇടയ്ക്കിടെ ഇതിൽ അണുബാധ വരുമ്പോൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നു. എന്നാൽ കുട്ടികൾ വളരുമ്പോൾ ഒരു ടീനേജും മധ്യവയസ്സിലോട്ടൊക്കെ എത്തുമ്പോൾ ഈ ടോൺസിലൈറ്റിസ് നന്നേ കുറവായിരിക്കും. ഈ ഒരു പ്രായത്തിൽ കാണുന്ന ഒരു പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ ടോൺസിൽ സ്റ്റോൺസ്. വെള്ള കലർന്ന മഞ്ഞ നിറത്തിൽ വളരെ കട്ടിയുള്ള കല്ല് പോലത്തെ ഒരു സാധനം വായിൽ നിന്ന് തുപ്പുമ്പോൾ കാണുക. എന്താണ് ഈ ടോൺസിൽ സ്റ്റോൺസ്? ടോൺസിലിന്റെ ഘടനയൊന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ടോൺസിലിന്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ കുഴികളുണ്ട്. വൈറസിനെയും ബാക്ടീരിയയും പുറത്തു നിന്ന് വരുന്ന പൊടിപടലങ്ങളെയൊക്കെ പിടിക്കാനായിട്ട് നമ്മുടെ ടോൺസിലുള്ള കുഞ്ഞൻ കുഴികളാണിത്. അതിൽ ഒരെണ്ണം മാത്രം വളരെ വലുതാണ്. ക്രിപ്റ്റ മാഗ്ന എന്ന് ഈ കുഴിയെ പറയുന്നു. അപ്പോൾ ഈ കുഴിക്കുള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടം, ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നുള്ള ദ്രാവകങ്ങൾ, അതുപോലെ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ അടിഞ്ഞുകൂടുമ്പോഴാണ് ഈ ടോൺസിൽ സ്റ്റോൺസ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഇതൊരു സെന്റിമീറ്ററിൽ താഴെയായിരിക്കും സാധാരണ കാണാറ്. ഒരു 5 മില്ലിമീറ്റർ മുതൽ 1.5 സെന്റിമീറ്റർ വലിപ്പമൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഇത് ക്യാൻസർ ആണോ എന്നുള്ളതാണ് പലർക്കുമുള്ള ഒരു ഭയം. ടോൺസിൽ സ്റ്റോൺസ് അഥവാ ടോൺസിലോലിറ്റ്സ് ഒരു ക്യാൻസർ അല്ല. ഇതൊരു ക്യാൻസറിലേക്ക് വഴിതെളിക്കുന്ന പ്രശ്നവുമല്ല. അതാണ് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം. ഈ ടോൺസിൽ സ്റ്റോൺസ് ഉള്ള രോഗികൾക്ക് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ ആളുകളിലും ഇത് വായ്നാറ്റം ഉണ്ടാക്കുന്നു. ഇത് തന്നെയാണ് അവരെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുന്നതും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നുക, തൊണ്ടയിൽ എന്തോ തടസ്സം അനുഭവപ്പെടുക, ഇതൊക്കെയാണ് പലരും പറയുന്ന പ്രശ്നങ്ങൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ബ്രഷ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചോ ഇത് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ തൊണ്ടയിൽ നിന്ന് ബ്ലഡും കാണാറുണ്ട്. ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ഡോക്ടറെ കണ്ട് ഇത് ടോൺസിൽ സ്റ്റോൺസ് തന്നെയാണോ എന്ന് ഉറപ്പിക്കുക. ടോൺസിൽ സ്റ്റോൺസിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ വിധി പറഞ്ഞു തരാനില്ല. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് സാധാരണ സലൈൻ ഗാർഗിൾ ചെയ്യുന്നത് പോലെ ഇതൊന്ന് ചെയ്ത ശേഷം ഒന്ന് തുപ്പി നോക്കാം. അപ്പോൾ പലപ്പോഴും ഈ ടോൺസിൽ സ്റ്റോൺസ് പുറത്തേക്ക് പോവാറുണ്ട്. അത് ആ കുഴിയിൽ തങ്ങി നിൽക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് പോവുക. ടോൺസിൽ സ്റ്റോൺസ് ഒരിക്കലും ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ കഴുത്തിൽ വലിയ രക്തവാഹിനി കുഴലുകളുണ്ട്. ഇതിൽ എന്തെങ്കിലും അപകടം തട്ടിയാൽ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവാം. ഇത് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. അതുകൊണ്ട് ഒരിക്കലും ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ടോൺസിലിൽ നിന്ന് ഈ ടോൺസിലോലിത്ത് എടുക്കാൻ ശ്രമിക്കരുത്. ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ധാരാളം വെള്ളം കുടിക്കുക. ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കുക. ഭക്ഷണം കഴിച്ച ശേഷം നല്ലവണ്ണം വെള്ളം ഉപയോഗിച്ച് വായ കുലുക്കൊഴിഞ്ഞു തുപ്പുക. സമയമുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഈ ഉപ്പുവെള്ളത്തിൽ ഒന്ന് വായ ഗാർഗിൾ ചെയ്യാം. ഇത് ഒരിക്കലും ടോൺസിൽ സ്റ്റോൺ പ്രിവെന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധനമല്ല. എന്നാൽ പോലും ചിലപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്തേക്കാം. പിന്നെയുള്ളത്, രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് ബ്രഷ് ചെയ്താലും ചിലപ്പോഴൊക്കെ ഭക്ഷണാവശിഷ്ടങ്ങൾ ചെറിയ വിള്ളലുകൾക്കിടയിൽ ഉണ്ടാവും. അപ്പോൾ ഇത് കളയാനായിട്ട് ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കാം. ഒരു നൂല് ഉപയോഗിച്ച് ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക. പുകവലി ശീലമുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും അത് നിർത്തുക. പിന്നെ ഒരുപാട് ചൂടുള്ള എരിവുള്ള ഭക്ഷണം അസിഡിറ്റി പോലെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതും ടോൺസിൽ സ്റ്റോൺസ് കൂടുതലായിട്ട് കണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ടാക്കുന്നു. അതുകൊണ്ട് ഇത്തരം ഭക്ഷണ സാധനങ്ങളും ദിനചര്യയിൽ നിന്ന് ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിച്ച് രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്ത് പല്ലൊക്കെ നല്ലവണ്ണം ഒന്ന് ഫ്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോൺസിൽ സ്റ്റോൺസ് വീണ്ടും വീണ്ടും വരുന്നത് തടയാൻ സാധിക്കും. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത് വരുന്നുണ്ടെങ്കിൽ ഈ ടോൺസിൽ സ്റ്റോൺസ് നീക്കം ചെയ്യാൻ ലേസറോ അതല്ലെങ്കിൽ ക്രയോതെറാപ്പിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഈ ടോൺസിൽ സ്റ്റോൺസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു, അസഹനീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, വായുനാറ്റം മാറുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നുന്നെങ്കിൽ ഈ ടോൺസിലുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്.
ടോൺസിൽ സ്റ്റോൺസിന്റെ വായ്നാറ്റം മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.